ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ രാവിലെ 10 മിനിറ്റിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും അല്ലെങ്കിൽ വൈകിട്ട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നൊരു ഐറ്റം. അപ്പോൾ ഈ അടിപൊളി പാൻ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനൊരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. അപ്പോൾ ഞാൻ 1/2 കപ്പ് അളവിൽ പാലാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് ഇതിൻ്റെ കൂടെ തന്നെ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. മുട്ടയും പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് ചേർന്ന് നല്ലതുപോലെ ഒന്ന് മിക്സായി വരത്തക്ക രീതിയിലൊന്ന് കലക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ്. അപ്പോൾ ഞാൻ 1 കപ്പ് അളവിൽ മൈദയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. നമ്മൾ കലക്കിയെടുക്കുമ്പോഴത്തേക്കും കട്ടകളൊന്നും വരാത്ത രീതിക്ക് നമുക്ക് ഈ ഒരു മാവ് നല്ല സ്മൂത്തായിട്ട് കിട്ടുന്നവരേക്കും നമുക്കിതൊന്ന് കലക്കി എടുക്കാം. ഇപ്പം ഞാൻ നല്ല സ്മൂത്തായിട്ടൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ കലക്കിയെടുക്കുമ്പോഴത്തേക്കും ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്ക് മാവൊന്ന് കിട്ടുന്നത്. ഇനി നമുക്ക് നമ്മുടെ പാൻ കേക്ക് ഒന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പാൻ കേക്ക് ഒന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട്. പാനൊന്ന് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ഏത് സൈസിനാണോ പാൻ കേക്ക് തയ്യാറാക്കി എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഒരു തവി ഉപയോഗിച്ചിട്ട് ഒരു തവി മാവൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മാവ് ഒഴിച്ചതിന് ശേഷം ദോശയൊക്കെ പരത്തുന്ന പോലെ അത്രയും നന്നായിട്ട് പരത്തി എടുക്കേണ്ട ആവശ്യമില്ല. അത് താനേ സ്പ്രെഡ് ആയിക്കോളും. അല്ലാന്നുണ്ടെങ്കിൽ ഒരല്പം ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. അതിനുശേഷം ഇതിൽ ഒരുപാട് ബബിൾസ് വന്ന് തുടങ്ങും. അപ്പോൾ ഈ ബബിൾസ് എല്ലാം തന്നെ വന്ന് ഒന്ന് സ്റ്റോപ്പ് ആവുന്നവരേക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം. ബബിൾസ് എല്ലാം വന്ന് തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടതിന് ശേഷം 1 മിനിറ്റോളം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. ഇതുപോലെ നമുക്ക് എല്ലാ പാൻ കേക്കും ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനിവിടെ എല്ലാ പാൻ കേക്കും ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് എളുപ്പത്തിൽ വെറും 10 മിനിറ്റിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയൊരു ഐറ്റം. അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് വൈകിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും പാൻ കേക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.